അദ്ദേഹത്തിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പാലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന്. അതെ, നമ്മളിന്ന് മൂന്നാറിലേക്കാണ് പോകാൻ പോകുന്നത്. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഒരു ഗൃഹാതുരതയുടെ ഫീല് തരുന്ന ഒരു സംഭവമാണല്ലേ. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടൂറിന് പോയത് മൂന്നാറിലേക്കായിരിക്കും. അപ്പൊ അന്നത്തെ ആ കാഴ്ചകള്, അന്നത്തെ ആ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്, ഇതൊക്കെ ആയിരിക്കും പലരുടെയും മനസ്സിൽ മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിൽ ആദ്യമേ വരുന്നത്. നേര്യമംഗലത്ത് നിന്നോട്ടുള്ള ആ യാത്രയുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. രണ്ട് സൈഡും കാട്, അതിന് നടുക്കൂടെ ഉള്ള ഒരു വഴി, അതിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും മനസ്സിന് നല്ലൊരു കുളിർമ തരുന്ന ഒരു ഫീലാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് മൂന്നാറിലേക്കാണ് പോകുന്നതെങ്കിലും മൂന്നാറിന്റെ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് മറയൂരിലേക്കാണ് പോകുന്നത്. മറയൂരിലേക്ക്, മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള ആ ഒരു റോഡ് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറയൂരുള്ള തേയിലത്തോട്ടങ്ങള്, മറയൂരിലെ മുനിയറകള്, പിന്നെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഇവിടെ രണ്ട് വെള്ളച്ചാട്ടമുണ്ട്. ചീയപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടവും. അപ്പോൾ ഈ കയറി വരുന്ന ആദ്യമേ കാണുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളെല്ലാം ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങിയത് അത്യാവശ്യം 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം ക്രൗഡഡാണെന്ന് തോന്നുന്നു, കാരണം ധാരാളം വണ്ടികളുണ്ട്, ഒരുപാട് ആൾക്കാരെയും ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ കാണാം. എല്ലാവരും വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോകാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ 2 വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലേക്ക് ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതുണ്ടോ, മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. നല്ല അടിപൊളിയാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കണ്ണത്താ ദൂരത്തോളം തേയിലത്തോട്ടം കാണും കിടക്കുന്നത്. എന്താ രസമെന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ. എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. അങ്ങ് ദൂരെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ വണ്ടികൾ കയറി വരുന്നതാണ്. ഇഷ്ടംപോലെ വണ്ടികൾ കയറി വരുന്നുണ്ട്. മിക്കവാറും പിന്നെ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് മൂന്നാറിലേക്ക് പോയിരുന്ന 2 പേരുടെ, സോബി ഡെന്നിച്ചിലും. ഹായ് സോബി ചേട്ടാ, എന്നോട് വിശേഷമൊക്കെ? ഹായ്. ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫോട്ടോ ഉണ്ട്. അതല്ലേ. പിന്നെ ഇത് ഡെന്നി മാത്യു കരിമ്പല. ഡെന്നിയാണ് ഇന്ന് ഞങ്ങളുടെ സാരഥി. നേരെ മൂന്നാറിലെ മറയൂർ വരെ കൊണ്ട് എത്തിക്കുന്നതാണ് ഡെന്നിച്ചൻ പറഞ്ഞിരിക്കുന്നത്. ആണോ ഡെന്നിച്ചാ? എങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്? മൂന്നാർ കഴിഞ്ഞ് മറയൂർ. അപ്പോൾ പോവാം. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാർ എന്ന് പറയുന്ന ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതും വികസിപ്പിച്ചെടുക്കുന്നതും. ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും പിന്നെ കുറച്ച് മലയാളികളും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായിട്ടാണ് ഈ ഇവിടെയുള്ള ആൾക്കാരെ ആദ്യമേ കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാരാണ് അത് കൊണ്ടുവരുന്നത്. അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മാനേജർമാരും എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് പണിതിരിക്കുന്ന കുറേ ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. 3 ആറുകൾ, അതായത് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിങ്ങനെയുള്ള 3 ആറുകളുടെ ഒരു സംഗമ സ്ഥാനമാണ് മൂന്നാർ. അങ്ങനെയാണ് ഈ മൂന്നാറിന് 3 ആറുകളുടെ സംഗമ സ്ഥാനമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്ത് ഇതൊരു സുഖവാസ കേന്ദ്രമായിട്ടായിരുന്നു. കാരണം അവരുടെ ഈ ക്ലൈമറ്റ്, തണുപ്പ് കൂടുതലുള്ള ഈ ക്ലൈമറ്റ് അവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും അങ്ങനെ അവർ ഇവിടെ വന്ന് അവരുടെ സുഖവാസ കേന്ദ്രമായിട്ട് ഇവിടെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. 1790-ലെങ്ങാണ്ടാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അത് ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പുവിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ആദ്യമായിട്ട് ഈ കുന്നുകളിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞിട്ട് അവർ തേയിലയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മൂന്നാർ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരവിടെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മൂന്നാർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നേരെ മറയൂർക്കാണ് പോകാൻ പോകുന്നത്. മറയൂർ ചെന്നിട്ട് മറയൂർ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മറയൂരാണ്. മറയൂർ അവിടെ ഡെന്നിസിൻ്റെ ഒരു ബന്ധു അല്ലടാ, ഡെന്നിസിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അതുകൂടാതെ പോകുന്ന വഴിക്ക് മറയൂർ നമ്മൾ 1-2 വെള്ളച്ചാട്ടങ്ങളിൽ പോകുന്നുണ്ട്. ലക്കം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടമുണ്ട്. അവിടെ വെള്ളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൂടാതെ പിന്നെ ഇറച്ചിപ്പാറ അല്ലേ, ഇറച്ചിപ്പാറയോ അങ്ങനെ എന്തോ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഈ
ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വെള്ളം ഇങ്ങനെ വരുന്ന ഒരു വെള്ളച്ചാട്ടം. ഇപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കാന്തല്ലൂർ ഒന്ന് പോയി കറങ്ങണം. കുറേ പഴത്തോട്ടങ്ങൾ, ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ 1-2 സ്ഥലങ്ങൾക്കാണ് ഇന്നത്തെ പരിപാടികൾ. അതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാർ ടൗൺ കാണാം. നല്ല ബ്ലോക്കാണ്, ഭയങ്കര ക്രൗഡാണ്, വണ്ടിയൊക്കെ അനങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമ്മളിപ്പോൾ നേരെ മറയൂർക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മറയൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. മുന്നോട്ട് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള ഈ വഴിയിലൊന്നും വലിയ ജനവാസ കേന്ദ്രങ്ങളൊന്നും അല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറയൂരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ വീടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങ് വരെയുള്ള സ്ഥലങ്ങളൊക്കെ മൊത്തത്തിൽ തന്നെ 2 സൈഡും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആ മലയുടെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ആ റോഡുകൾ പോകുന്നതും ആ തേയിലത്തോട്ടങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് പോന്നിട്ട് മറയൂരിലേക്കുള്ള ഓൺ ദ വേയിലാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറയൂരെത്തും. അപ്പോൾ മറയൂരിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തുകയാണ്, കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാരണം ആ വഴി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നല്ല തേയിലത്തോട്ടങ്ങൾ, വഴി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വഴി. അപ്പോൾ ഒരു ഡ്രൈവിന് പോകാനായിട്ട് ഏറ്റവും പറ്റിയൊരു റൂട്ടാണ് മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളിത് അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതുണ്ട്, താഴെ നിങ്ങൾക്ക് കാണാവുന്നത്ര അതിലൂടെ ഇങ്ങനെ വണ്ടികൾ കയറി വരുന്നുണ്ട്. അതിലൂടെ ചെറിയ വണ്ടികൾ കയറി വരുന്നുണ്ട്. ആ വഴി കൂടെയാണ് നമുക്ക് ഇനി ഇറങ്ങി പോകാനുള്ളത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി നിർത്തുകയാണ്. ഗോപി ഡെന്നിച്ചിട്ടുണ്ട്, അവിടെ ഫോട്ടോ എടുത്ത് അവർക്കുന്നുണ്ട്. എന്താ ഭംഗിയല്ലേ ഈ സ്ഥലത്തിൻ്റെ. നോക്കി ആ കുന്ന് താഴെ ഇത് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. താഴെ തേയില നുള്ളുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരവിടെ റെസ്റ്റിലാണെന്ന് തോന്നുന്നു. ചോറിനാനുള്ള സമയമല്ല, അതായിരിക്കും. 2 അണ്ണന്മാരോട് ഒന്ന് ഫോട്ടോ എടുത്ത് താർത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്ത് കൊടുത്താ തുടങ്ങിയതല്ലേ ഉള്ളൂ, മടുക്കാറുമല്ലോ. സ്വന്തം ഫോട്ടോ കണ്ടിട്ടും മതിയാകാതെ വീണ്ടും നോക്കി ധൃതങ്ക പുളകിതനാകുന്ന ഡെന്നിച്ചൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാർ മറയൂർ റൂട്ടിലുണ്ടല്ലോ, നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തേരെ ആയാലും കാഴ്ചകൾ കണ്ടു മടുക്കത്തില്ല. കാരണം 2 സൈഡിലുള്ള അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് ഈ റൂട്ടിലാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വണ്ടി ഒതുക്കാൻ പറ്റുന്ന സ്ഥലം കാണുമ്പോൾ അവിടെ വണ്ടി ഒതുക്കും, ഫോട്ടോ എടുക്കും. കാരണം അതുപോലെ രസമാണ് 2 സൈഡ് നമുക്ക് കാണാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു മരം നിൽക്കുന്നുണ്ട്, എൻ്റെ പുറകിലൊരു മരം നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആ മരം കണ്ടപ്പോൾ ഒന്ന് ചവിട്ടാണ്. എന്താ വലിയ മരമാണെന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു മരം, എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. എന്നെ വണ്ണമാണെന്നുണ്ടോ മരത്തിന്. KSRTC ഒക്കെ അവിടെ നിന്ന് കയറി വരുന്ന ആ സീൻ കണ്ടോ, എന്താ രസമെന്ന്. ഈ റോഡിൻ്റെ ഭംഗിയുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിലൊരു ഡ്രൈവിന് വന്നിരിക്കേണ്ട റൂട്ടാണ് മൂന്നാർ മറയൂർ റൂട്ട്. മറയൂർ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഊര് എന്നർത്ഥം വരുന്നു. അതുപോലെ തന്നെ മറവരുടെ ഊരാണ് മറയൂരായിട്ട് മാറുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ പണ്ടത്തെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുണ്ടല്ലോ, അവരുടെ സേനയിൽപ്പെട്ട മറവരെന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കാടുകളിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുകയും അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരെയൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മറവരുടെ ഊര് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നീട് മറയൂർ എന്നായിട്ട് മാറുകയെന്നാണ് പറയപ്പെടുന്നത്. മൊത്തം 4 സൈഡും മലകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് മറയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മലയുടെ ഊര്. അപ്പം ഈ 4 സൈഡും മലകളായതുകൊണ്ട് തന്നെ മലയുടെ ഊര് എന്ന് പറഞ്ഞു വന്ന് പിന്നീട് അത് മറയൂർ എന്നായിട്ട് മാറുകയാണെന്നും പറയപ്പെടുന്നുണ്ട്. വനവാസകാലത്ത്
പാണ്ഡവർ ഇവിടെ എത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഐതിഹ്യ കഥയും ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 10,000 BC-ക്ക് മുമ്പ്, അതായത് 10,000 BC-ക്ക് മുമ്പാണ് മഹാശിലായുഗ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹാശിലായുഗ കാലത്ത് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു എന്നതിൻ്റെ ശേഷിപ്പുകൾ മറയൂരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മുനിയറകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുനിയറകളിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാണ്ട് BC 3000 തൊട്ട് 14,000 വരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. BC 14,000 എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തും അത്ര വർഷം പഴക്കം ഉണ്ടോ എന്നുള്ളത്. മുതുവാന്മാർ എന്ന് പറയുന്ന ആൾക്കാർ മറയൂരിൻ്റെ മലകളിലും ചെരുവുകളിലും ഒക്കെ താമസിക്കുന്നുണ്ടെങ്കിലും 5 നാട്ടുകാരായ ഗ്രാമക്കാരാണ് ഇതിനു മുമ്പേ ഇവിടെയുള്ള താമസക്കാരെന്നാണ് പറയപ്പെടുന്നത്. 5 നാട്ടിലെ പൂർവികർ പാണ്ഡ്യനാട്ടിൽ നിന്നും രാജകോപം പയർന്ന കോടൈക്കാടുകൾ കയറി ഇവിടെ വന്നുവെന്നും അപ്പോൾ അതിനകത്ത് പല ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. തമ്പ്രാക്കന്മാരുണ്ടായിരുന്നു, കീഴാളന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരോട് കൂടിയിട്ട് 5 നാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തുചേർന്ന് പാലിൽ തൊട്ട് സത്യം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർ ഇനി പല ജാതിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇവിടെ താമസിക്കുമ്പോൾ ഇനി ഒറ്റ ജാതിയായിട്ട് പോകുമെന്ന് പറഞ്ഞ് അവർ സത്യം ചെയ്തു. അങ്ങനെ അവർ 5 ഊരുകൾ ഉണ്ടാക്കി 5 നാട്ടുകാരായിട്ട് അവിടെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മറയൂര്, കാരയൂര്, കീഴാന്തൂര്, കാന്തല്ലൂര്, കൊട്ടക്കുടി എന്നിങ്ങനെ 5 നാട്ടുകാരായിട്ട് അവിടെ ജീവിച്ചു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറയൂരിനെ 5 നാട് എന്നും പറയുന്നുണ്ട്. ഏതാണ്ട് മൂന്നാറിന് സമാനമായിട്ടുള്ള തണുപ്പാണ് മറയൂരുള്ളത്. മഴ അത്യാവശ്യം കുറവാണ്. ഈ തുലാമഴയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ 4 സൈഡിലും 4 വശത്തുള്ള മലകളുണ്ടല്ലോ, ആ മലകൾ ഈ കാലവർഷത്തെ തടഞ്ഞു നിർത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതലും ഇങ്ങനെ ശീത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ശീതകാല പച്ചക്കറികൾ കൂടുതൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനക്കാടുകളാണ് മറയൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ തമിഴന്മാരും മലയാളികളും എല്ലാവരും ഇവിടെ നമ്മൾ മറയൂർ ചെന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ ഇവിടെ താമസിക്കുന്നവർ തമിഴരാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഈ മുതുവാന്മാരെന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ മലയുടെ മുകളിൽ താമസിക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ മറയൂരിലെ പ്രധാന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലായിരുന്നു. പിന്നീട് അത് നെല്ല് മാറി കരിമ്പിലേക്കായി. ഇപ്പോഴും കരിമ്പ് കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ ഇവിടെ ഉണ്ട്. മറയൂർ ശർക്കര ഗുണനിലവാരത്തിന് ഭയങ്കര പേരുകേട്ടതാണ്. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഭൗമസൂചിക പട്ടികയിലൊക്കെ ഇടം നേടിയതാണ് മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറയൂരിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നാറിനെ അപേക്ഷിച്ചിട്ട് തിരക്ക് കുറവാണ്. ഒരു നാട്ടിൻപുറത്തിൻ്റെ ശാന്തത, അപ്പോൾ അതിരാവിലെയുള്ള സൂര്യോദയം കാണാനായിട്ട് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ കാലാവസ്ഥ എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ തിരക്കുകളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മറയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ കരിമ്പിൻ ജ്യൂസ് എടുത്തിട്ട് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ അമ്പിളി ചേച്ചിയുണ്ട്. അമ്പിളി ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത്. അപ്പോൾ അമ്പിളി ചേച്ചി നമ്മളോട് എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ പേര് അമ്പിളി. ഞങ്ങൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങൾക്ക് കരിമ്പ് കൃഷിയുണ്ട്. അപ്പം കരിമ്പ് നമ്മൾ കൊണ്ടുവന്ന് വെട്ടി ഇവിടെ ഇതുപോലെ സ്റ്റോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെഷീനിൽ കൊടുത്ത് ജ്യൂസാക്കി ഈ ജ്യൂസ് ഒരു ചെറിയൊരു മോട്ടറിൻ്റെ സഹായത്തോടെ ഈ ഓസ് വഴി നമുക്ക് ഈ ഫാക്ടറിക്കകത്തോട്ട് ചെല്ലും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ജ്യൂസ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് നമ്മൾ ഈ ഓസ് വഴി ഈ പാത്രത്തിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പാത്രത്തിൽ നമുക്ക് 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ജാറാണത്. അതിനകത്തുനിന്ന് നമ്മളൊരു 1000 ലിറ്റർ ഒഴിക്കത്തില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ ശർക്കരയുടെ ഗുണമേന്മ പോകുന്നതുകൊണ്ട് നമ്മളൊരു 800 ലിറ്റർ 900 ലിറ്ററായി നിർത്തും. അത് അങ്ങനെ നമ്മളൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു ദിവസം തന്നെ. അതായത് ഒറ്റ പ്രാവശ്യം ശർക്കര ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കതൊരു 12 മണിക്കൂർ 11-12 മണിക്കൂറിൻ്റെ പ്രോസസ്സിങ്ങാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കത് 2 പ്രാവശ്യം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. നാളത്തേനെ പകുതി തിളപ്പിച്ചിടാനും പറ്റും. അങ്ങനെയാണ് 3 എണ്ണം നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്.
അപ്പോൾ പകുതി മുക്കാലും തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ വന്ന് ഒരു 1.5 മണിക്കൂർ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശർക്കരയാക്കാം. അങ്ങനെ അപ്പം അത് നമ്മളൊരു ചെറിയൊരു ആ പാത്രം നമ്മൾ അടുപ്പ് ഇച്ചിരി താത്ത് വെച്ച് കഴിയും. ഇപ്പം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം ആ ചൂടായതുകൊണ്ട് ഇച്ചിരി അങ്ങ് പൊക്കി വെച്ചതേ ഉള്ളേ. അപ്പോൾ ആ താത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ജോയിൻറ്റ് ഓസ് കൊടുത്തിട്ട് നമ്മളത് ഓസ് വഴി അതിനകത്ത് നമ്മൾ നിറയ്ക്കും. അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വരുന്നുണ്ട് കരിമ്പിൻ്റെ ജ്യൂസ് തന്നെ. അത് ഒരു 3 മണിക്കൂർ നമ്മളത് തീ കത്തിച്ച് പറ്റിച്ച് ഉറുകി വരുന്ന ആ സമയത്ത് നമ്മൾ ആ പാത്തി വഴി ആ ലിവർ എടുത്തിട്ട് ആ പാത്തി വഴി നമ്മൾ കണ്ട ആ തടി കൊണ്ടുള്ള ആ പണ്ണേന്നാണ് നമ്മളതിന് പറയുന്ന ആ പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിക്കുന്നു. ഒഴിച്ച് ഒരു 1/2 മണിക്കൂറോളം നമ്മളത് ഇളക്കി ഡ്രൈ ആക്കി ഇത് ഇപ്പോൾ കാണുന്ന പരുവത്തിലോട്ട് കൊണ്ടുവരുന്നു. അത് നമ്മൾ കൈകൊണ്ട് ചൂടോടെ കൂടി ഉരുട്ടിയെടുക്കുക. ഒരു 1/2 മണിക്കൂറോളം ഇളക്കണം. അത് ഇളക്കിയിട്ടാണ് നമ്മളത് ഈ പരുവത്തിലെടുക്കുന്നത്. മാവ് പോലെ കുഴഞ്ഞ് ഇപ്പോൾ ഇത് ചൂടോടെ നമ്മൾ ഉരുട്ടുന്നത്. അതിന് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി പച്ചവെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്ന അരിപ്പ എടുത്ത് നമ്മൾ അവിടെ വയ്ക്കും. വരുന്ന ഒഴുകി വരുന്ന അതെ ആ ലിക്വിഡ് നമ്മൾ ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശർക്കരയ്ക്കകത്ത് കല്ലോ മണ്ണോ അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാം ഇതിനകത്ത് വരാൻ ചാൻസ് ഇല്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം അരിച്ചതിന് ശേഷമാണ് അവിടെയുണ്ട് അരിപ്പയുണ്ട്. 2 അരിപ്പയുണ്ട് അവിടെ അരിച്ച് ഇതിനകത്ത് തന്നെ അങ്ങനെ കല്ലുണ്ടെങ്കിൽ ഇതിന് അടിയിൽ കിടക്കത്തുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. ഇപ്പം അങ്ങനെ വന്നാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നത് മാത്രമേ വരുള്ളൂ. അതാണെങ്കിലും നമുക്ക് കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മളത് ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ഒന്നുമില്ല, അത്ര നീറ്റായിട്ടുണ്ടാവും. അതെ അത്ര നീറ്റായിട്ടുണ്ടാവും. കെമിക്കൽ അങ്ങനെ ചേർക്കാറില്ല. ശകലം ചുണ്ണാമ്പ് മാത്രം ചേർക്കുന്നുണ്ട്. അല്ലാതെ അത് നമ്മളിതിനകത്ത് ആദ്യം നമ്മൾ ഇതിനകത്ത് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വേറൊന്നും തന്നെയല്ല. അത് ഈ ചുണ്ണാമ്പ് മാവും കൊണ്ടും അത് കുറച്ചോളൂ. അല്ലാതെ വേറൊന്നുമില്ല. വേറൊന്നും വേണ്ട അതിനകത്ത്. വേറെ അല്ലാതെ അതിനകത്ത് കെമിക്കലൊന്നും അതാണ് മറൈ ശർക്കരയുടെ പ്രത്യേകത. ഇതിന് നമുക്ക് ഫൈബറിൻ്റെ അംശവും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ ശർക്കരയ്ക്കകത്ത് കൂടുതലായിട്ടുണ്ട്. ഷുഗർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. പിന്നെ അത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെയും മണ്ണിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ മറൈ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി കിട്ടിയ ശർക്കരയാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെയും മണ്ണിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് അത് കിട്ടിയേക്കുന്നത്. ശർക്കരയുടെ ഗുണമേന്മയും എല്ലാം പ്രധാന ഘടകവും. ഞങ്ങൾക്ക് വെളിയിലോട്ട് നമ്മൾ കുറച്ച് ഓർഡറുകൾ മാത്രമേ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ല കടകളോ കച്ചവടക്കാർക്കോ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഓർഡറുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഗസ്റ്റുകൾ ഒന്നും മേടിക്കുന്നുള്ളൂ. അല്ലാതെ വെളിയിൽ കച്ചവടക്കാർക്കൊന്നും കൊടുക്കാൻ അതിനുള്ള ഇതില്ല. മറൈ ശർക്കര ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റാണിത്. മറൈ ശർക്കര അതെ മറൈ ശർക്കര ഉണ്ടാക്കുന്നതാണിത്. ശർക്കര തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റാണ്. മറൈ ശർക്കരയെ തന്നെ ഇപ്പം നമ്മൾ മറൈ ശർക്കര സാധാരണ നോർമൽ ശർക്കരയാണിത്. ഈ ശർക്കരയെ തന്നെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചുക്ക്, ജീരക, ഏലക്ക എല്ലാം ചേർത്ത് ഒരു ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് അവൽ നനയ്ക്കാൻ, കൊഴുക്കട്ട, അട അങ്ങനെയുള്ള പലഹാരങ്ങൾക്കെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ ഒരു വെറൈറ്റി കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ പൗഡറായിട്ട് ഈ ചുക്ക് ഏലക്ക ഇട്ടതിൻ്റെ മസാല ശർക്കര എന്ന് പറയും. അതിൻ്റെ ഒരു വെറൈറ്റി പൊടിച്ച് നമ്മൾ പൗഡറായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ നോർമൽ ശർക്കരയുടെ പൊടിയും പൊടിച്ച് നമ്മൾ കൊടുക്കുന്നത്. അത് തീർന്നു പോയി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ശർക്കരയുടെ ഇങ്ങോട്ട് നമ്മൾ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ശർക്കര പാനി എന്ന് പറയും. പാനി നമ്മൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജാമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ മുക്കി കഴിക്കാനും പഞ്ചസാരയ്ക്ക് പകരം പിള്ളേർക്ക് കൊടുക്കുന്നതിൽ എത്രയും നല്ലതാണ്. ബ്ലഡൊക്കെ ഉണ്ടാകാൻ ശർക്കര വളരെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എടുക്കാം. അപ്പം പാനിയായിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയും തന്നെ.
ശരിക്കും ഞങ്ങൾ ഇതുവഴി മുകളിലേക്ക് കാന്തല്ലൂർ പോകുന്ന റൂട്ടിലേക്ക് മറയൂർ റൂട്ടിൽ പോയപ്പോൾ ഈ സ്ഥലം കണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ മുനിയറയുടെ ഉള്ള സ്ഥലമാണെന്നുള്ള അന്നേരം മനസ്സിലായില്ലായിരുന്നു. ആനക്കോട്ടപ്പാറ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. അത് ഉച്ചയ്ക്കായിരുന്നു. പക്ഷേ അന്നേരം കയറായിരുന്നു നന്നായി. വെയിലെന്ന് പറഞ്ഞാൽ അതുകൂട്ട് വെയിലായിരുന്നു, പൊള്ളിച്ചത്താനെ. കാരണം ഇവിടെ മൊത്തം പാറയാണ്. ഈ പാറയുടെ ഇടയ്ക്ക് നിന്നിട്ടുണ്ടോ, മുഴുവൻ മൊത്തം പാറയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നിന്നിട്ടാണ് ഈ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഉച്ചയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല വെയിലല്ലായിരുന്നോ. എന്തായാലും ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ വെയിലാറിയിട്ട് വന്ന് നന്നായി. പൊത്തോ മുനിയറ പൊത്തിനകത്താ? എവിടെ? ഇത് വേറെ വല്ല വരുമായിരിക്കും. എന്നാ നിങ്ങൾ പോരെ. നീ ഇത് എങ്ങോട്ടാടാ ഈ കാട്ടിക്കൂടെ കൊണ്ടുപോകുന്നേ? ഇത് മുനിയറയൊന്നും അല്ല കേട്ടോ. ഇതെന്നാ ഇത് മുനിയറയാണോ? ഇതിൻ്റെ അകത്ത് മുനിയറയുണ്ട്. ആ ഇത് മുനിയറയാണോ? പിന്നല്ലാതെ പിന്നെ ഇതാണ് ഈ മുനിയറ എന്ന് പറയുന്നത്. അല്ല അപ്പുറം ഇരിപ്പുണ്ട് വേറെ. ഇത് ഭൂമിക്ക് അടിയിലാണല്ലേ? എന്നാ ഇതെന്താ സാധനം? ശരിയാണല്ലോ. ഇതെന്താണ് ഇത് കൊള്ളാട്ടോ. ഇതുണ്ട്, ഈ ചെടിയുടെ പൂവ് ഉണ്ടായിരിക്കുന്നതാണ്. ആ പൊങ്ങി പോയിരിക്കുന്നുണ്ടോ? അത് എന്നാ പൊക്കത്തിലാണ് പോയേക്കുന്നത്? പൂങ്കൊലയാണ്. ആ അതിൻ്റെ പൂവാണത്. എന്താ സാധനം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സാധനം. അപ്പോൾ നമ്മൾ കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 3 ബോർഡുകൾ കാണാം. 3 ഭാഷകൾ, തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഈ മുനിയറ എന്നുള്ളത്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതിന് പ്രകാരം BC 3000-നും BC 14,000-നും ഇടയിൽ ശിലായുഗ കാലത്തിൽ നിർമ്മിച്ചതാണെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മുനികൾ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും അതല്ല വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതിനടുത്തുനിന്ന് നന്നങ്ങാടി പോലെ, അതായത് ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, മൺകുടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മുനിയറ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ. അപ്പുറേ 4 വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ ചാരി വെച്ചിരിക്കുകയാണ്. ആ ചാരി വെച്ചിരിക്കുന്ന കല്ലിന് മുകളിൽ കുട പോലെ നനയാതെ വലിയൊരു പാറ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? അതിനിവിടെ ആയിട്ടൊരു എൻട്രൻസും ഉണ്ട്, വാതിൽ പോലെ. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ ഉണ്ട്, ഒരാൾക്ക് 2 പേർക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന പോലെയുള്ളൊരു സംഭവമാണ്. മഴ പെയ്താൽ ഇത് നനയത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, പാറ വെച്ചിട്ട് അതിന് മുകളിൽ നനയാതെ വേറൊരു കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ അന്നത്തെ ആദിമ മനുഷ്യർ ഇതിനു വേണ്ടി വീടായിട്ട് ഉപയോഗിച്ചിരുന്നായിരിക്കാം ഒരു പക്ഷേ, പറയാൻ പറ്റത്തില്ല. BC 14,000 എന്നൊക്കെ പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ക്രിസ്തുവിനും 14,000 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ തന്നെ മഴ നനയാതിരിക്കാനും പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കാറ്റ് മഴ ഒക്കെ ഏൽക്കാതിരിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരിക്കാം ഒരു പക്ഷേ, അറിയില്ല. എന്തായാലും സംഭവം കൊള്ളാം. അല്ല അന്നത്തെ കാലത്ത് ഉള്ള ടെക്നോളജി വെച്ചിട്ടുള്ള BC 14,000 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു 15 കൊല്ലം പുറകിലത്തെ നമ്മുടെ ടെക്നോളജി എന്നാന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 14,000 ക്രിസ്തുവിന് 14,000 വർഷം പുറകോട്ടെന്ന് പറയുമ്പോഴേ ഇതിന് ചുറ്റുമൊക്കെ ഈ മൺകുടങ്ങളിൽ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന നന്നങ്ങാടികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വേറെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, മുനിയറകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറേ അധികം എണ്ണം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇവിടെ വേറെ വല്ലതും ഉണ്ടോയെന്ന്. എന്തായാലും ഈ സ്ഥലം കൊള്ളാം കേട്ടോ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു പക്ഷേ അന്നത്തെ ആൾക്കാർ ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊക്കം ഇത്രയുമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആയിരിക്കാം. മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ പാറയുടെ മുകളിൽ ഇവരിങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് അന്നത്തെ കാലത്ത്. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ BC 14,000, 3000 തൊട്ട് BC 14,000 വരെയുള്ള ഒന്ന് ഓർത്തോണം. അപ്പം നമുക്കറിയാമല്ലോ 15 വർഷം മുമ്പത്തെ ടെക്നോളജി എന്തുമാത്രം ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. അപ്പം BC 14,000 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഉച്ചയ്ക്ക് വരാതിരുന്നത് നന്നായല്ലേ? പിന്നെ
എന്തായാലും സ്ഥലം കൊള്ളാം. ഇറച്ചിപ്പാലം വെള്ളച്ചാട്ടം വാ. വെള്ളച്ചാട്ടത്തിൽ പോകണ്ടേ? പിന്നെ വെള്ളച്ചാട്ടത്തിലൂടെ പോയിട്ട് വേണം ഇന്നത്തെ പരിപാടി നിർത്താം. അവിടെയൊക്കെ തന്നെ തീ ഉണ്ടോ, പുക പൊങ്ങുന്നത്? അവര് മിക്കവാറേ കൃഷിക്കാരൊക്കെ കൃഷി സ്ഥലത്ത് തീ ഇട്ടിരിക്കുന്നതായിരിക്കും അല്ലേ? അവിടെ 2-3 കൂടെ ഉണ്ട് മുനിയറ. ശരി, അവിടെ 2-3 മുനിയറയും കൂടെ കാണുന്നുണ്ട്. അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. എല്ലാം സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും അല്ലേ? 4 കല്ല് കൂട്ടി വെച്ച് എൻ്റെ മുകളിൽ കല്ലെടുത്ത് വെക്കും. അന്നത്തെ കാലത്തെ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര. ഇത് പറഞ്ഞിട്ട് ഇതിന് മുകളിലുണ്ടായിരുന്ന ഇതിന് മുകളിലുണ്ടായിരുന്ന കൂടാരം പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഈ കല്ലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കല്ല് നാട്ടി വെച്ചിട്ട് ഇതിന് മുകളിൽ കൂടാരം പോലെ വേറൊരു കല്ല് വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ കാണാനില്ല, അത് പോയിട്ടുണ്ട്. ഇവിടെ ഉള്ളതും പോയി. അതിന് മുകളിൽ കല്ലില്ല. ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് കിടക്കാൻ ഉപയോഗിച്ചിരുന്നതായിരിക്കാം അല്ലേ? ഒരാൾക്ക് 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് കിടന്നുറങ്ങാം. അങ്ങനെ ഉപയോഗിച്ചിരുന്നതായിരിക്കാം. ഇത് കൊള്ളാമല്ലോ. നല്ല വ്യൂ ആണ് ഇവിടെ വന്നിട്ടുണ്ടല്ല. താഴെയുള്ള ഗ്രാമങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വന്നാൽ കാണുന്നുണ്ട്. ആ കാണുന്ന മൊത്തം ഗ്രാമങ്ങളാണ്. ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ. ഇത് പകുതി എണ്ണം നശിപ്പിക്കപ്പെട്ടുണ്ട്. ഈ കല്ലൊക്കെ അന്ന് എങ്ങനെയാണ് ഇത്രയും പൊക്കത്തിൽ എടുത്തു വെച്ചത്? പക്ഷെ അന്നത്തെ ആൾക്കാർ എടുത്തു വെച്ചിരുന്നതായിരിക്കാം അല്ലേ? ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കും കുപ്പി കൊണ്ട് ഇട്ടിരിക്കുന്നു. മൊത്തം പള്ള പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് തെളിച്ചിടാനോ ഒന്നും ആൾക്കാരില്ല. 10 രൂപ വെച്ച് കാശ് മേടിക്കുന്നുണ്ട് ഇവിടെ, എൻട്രി ഫീസ്. എന്നൊക്കെ ഇനി എത്ര കാലം ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. പുരാവസ്ഥ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ വളരെ പിന്നോട്ടാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെയും നശിപ്പിക്കപ്പെട്ട മുനിയറയുടെ അവശിഷ്ടങ്ങൾ കാണാം. ഇതൊക്കെ എത്ര കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും അല്ലേ? നേരെ ചൊവ്വേ ഇതൊന്ന് സംരക്ഷിക്കാനോ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കാനോ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. ഇതൊക്കെ വേറെ വല്ല രാജ്യങ്ങളിലോ വല്ലതും ആയിരുന്നെങ്കിൽ അവരൊക്കെ എത്ര പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് നോക്കിയാനായിരുന്നു. ഇത് നമ്മൾ മാത്രം അങ്ങനെ ഒന്നും ചിന്തിക്കത്തുമില്ല, ചെയ്യത്തുമില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മുനിയറ ഇരിപ്പുണ്ട്. ഈ മുനിയറയോട് ചേർന്നാണ് അമ്പലം ഇരിക്കുന്നതെന്ന് പറയുന്നതായിരിക്കും ശരി. നേരത്തെ ഉണ്ടായിരുന്നതാണോ പിന്നീട് പണിതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഇവിടെ ഒരു മുനിയറയുണ്ട്, ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. 4 ചുറ്റിനും ഗ്രാമങ്ങൾ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഒരു പക്ഷേ അന്ന് അവിടെയൊക്കെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലങ്ങളായിരിക്കാം. ഇത്രയും വലിയൊരു പാറ കിടന്നിരുന്നുകൊണ്ടായിരിക്കാം അതിന് മുകളിൽ ആൾക്കാർ അന്നൊരു പക്ഷേ ഈ പറഞ്ഞ ഈ മുനിയറകളൊക്കെ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. ഋഷിമാർ തപസ്സിൽ ഇരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ മുനിയറകൾ. അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ മൃഗങ്ങളൊന്നും ആക്രമിക്കാതെ, മഴ കൊള്ളാതെ, വെയിലടിക്കാതെയൊക്കെ അന്നും അങ്ങനെ ചെയ്തു വെച്ചാണോന്നും അറിയാൻ പറ്റത്തില്ല. അതോ വീടുകളായിട്ട് ഉപയോഗിച്ചിരുന്നതാണോന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാതെ ഇങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ആൾക്കാരിൽ നിന്ന് പാസ് മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് ചുറ്റുമൊക്കെ ഒരു വേലി കിട്ടി അതിനകത്തേക്കൊന്നും ആൾക്കാർ കയറാതെയൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഒരു മുനിയറയ്ക്കകത്ത് കണ്ട് ആൾക്കാരതിനകത്ത് കയറി കിടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എത്ര നാൾ ഇത് മുന്നോട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും മുനിയറയുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം, ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടമാണോ ഇരച്ചൽ വെള്ളച്ചാട്ടമാണോ അങ്ങനെ എന്തോ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നല്ല രസമാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വെള്ളം ഒരുപാടൊന്നുമില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുനിയറയിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് പാസ് എടുക്കണം. എൻ്റെ പുറകെ കാണുന്ന കെട്ടിടത്തിൻ്റെ അവിടെ നിന്നാണ് പാസ് എടുക്കുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് പാസ്. പിന്നെ ഇവിടെ ഇപ്പം പുതിയതായിട്ട് കുറേ എന്തൊക്കെയോ പണിയുന്നുണ്ട്. എന്തുകൊണ്ടോ പുറകിലായിട്ട് എന്തൊക്കെയോ പണിയുന്നുണ്ട്. അപ്പോൾ പണികളൊക്കെ തീർന്നു കഴിയുമ്പം പ്രോപ്പറായിട്ടുള്ള ഒരു സംരക്ഷണമൊക്കെ ഇതിന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മളിതാ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്നൊരു ചെറിയ പോക്കറ്റ് റോഡ് വഴിയാണ് അങ്ങോട്ട് പോകുന്നത്.
രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. റോഡ് ഒരല്പം പൊട്ടിപ്പൊളിഞ്ഞാണ് കേട്ടോ. കോൺക്രീറ്റ് റോഡാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പണിയാകും. കാരണം ചെറിയ വഴിയാണ്. ഹോൺ അടിച്ച് പോയില്ലെങ്കിൽ ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാൻ ചില ഭാഗങ്ങളിൽ മാത്രമേ ഇടയുള്ളൂ. ചെറിയ വഴിയാണ്. എന്നാൽ ഈ വഴി കൂടെ കുറേ അങ്ങ് പോകണമെന്ന് തോന്നുന്നു ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട്. ഇടതുവശത്തുകൂടി ഒരു ആറ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാമ്പാറാണെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്ക് അറിയില്ല അതാണെന്ന്. അപ്പോൾ നമ്മളിതാ ഏതാണ്ട് എത്താറായി. ഈ കുന്നിൻ്റെ മണ്ടയിലാണ്, പൊക്കത്തിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് മുകളിലേക്ക് നടന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അവിടെ ചെന്നാൽ ചിലപ്പോൾ വണ്ടി ഇടാൻ ഇട കിട്ടിയെന്ന് വരത്തില്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ സമയം കൊണ്ട് ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണിത്, അവിടെ കാണുന്നത്. ആ വഴിക്കിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. ശരിക്കും വർഷകാലത്ത് ഇതിലൂടെ എന്തുമാത്രം വെള്ളമായിരിക്കും ഒഴുകുന്നത്. ഈ കല്ലൊന്നും കാണത്തില്ലാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെള്ളം ഒഴുകുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ സംഭവമുണ്ട്. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും. ഇവിടെ എല്ലാം നല്ല വെള്ളം ഉണ്ടാവും. വഴിയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന വഴിയാണ്. റീസെൻ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി സഞ്ചാരികളുടെ എണ്ണം കൂടി ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചാട്ടം. പക്ഷേ വെള്ളമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട്, ചെറുതായിട്ട് വെള്ളം ഒഴിച്ചാടുന്നേ ഉള്ളൂ. ശരിക്കും മഴക്കാലത്ത് വന്നെങ്കിലാണ് ഇതിന് ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. നന്നായിട്ട് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നുണ്ടാവും. ഇപ്പോഴും വെള്ളമുണ്ട്, പക്ഷേ ചെറുതായിട്ട് ചെറിയ തോതിൽ അളവിലേ ഉള്ളൂ. പക്ഷെ അത് കാണാൻ മാത്രം എനിക്കൊന്നും നിങ്ങൾക്ക് ക്യാമറയിൽ കാണാമെന്ന് അറിയത്തില്ല. കാണാൻ മാത്രമുള്ള അളവിലൊന്നും വെള്ളം ഇതിലൂടെ ഒഴുകുന്നില്ല. വെള്ളം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. വെള്ളം വീഴുന്നുണ്ട് അത്യാവശ്യം. ചുട്ടിപ്പോയി നിന്നാൽ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം കണ്ട് സന്തോഷമായോ? അടി. പക്ഷേ ഇത് വർഷകാലത്തൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ലായി. കാരണം ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയില്ലേ, കാറ്റത്ത് ഇങ്ങനെ വന്ന് നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കുന്നത്. എന്നാലും സംഭവമുള്ള ഇതിലൂടെയൊക്കെ നടന്നങ്ങോട്ട് കയറി പോയാൽ ഈ കല്ലൊക്കെ ഭയങ്കരമായിട്ട് തെന്നുന്നതായിരിക്കും അല്ലേ? പക്ഷേ ഈസി ആയിരിക്കും. കാണിച്ചുതരാം. ചെരുപ്പൂരിട്ടേച്ച് പോയാൽ മതി. അപ്പോൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.